ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു BT ബോർഡ് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. കാരണം ഞാനിത് വാങ്ങിയപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നുവെച്ചാൽ ഇതൊരു മൾട്ടിപർപ്പസ് ആയിട്ട് എനിക്ക് തോന്നി. ഇതൊരു സാധാരണ 2-way ടോൺ കൺട്രോളാണ്. അപ്പോൾ നമ്മൾ BT ബോർഡ്, ബാസ്റ്റബിൾ ബോർഡ്, BT ബോർഡ്, ടോൺ കൺട്രോൾ ബോർഡ് അങ്ങനെയൊക്കെ പറയാം. ഇത് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഇതൊരു സൗണ്ട്ട്രോണിൻ്റെ BT ബോർഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BT ബോർഡ് എന്ന് പറയുന്നത് ടോൺ കൺട്രോൾ ബോർഡ്, ടോൺ ബോർഡ് എങ്ങനെ വേണം പറയാം. അപ്പോൾ ഇതിൽ ചെറിയ പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലാം ഈ ഒരു ബോർഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൽ എല്ലാം 3 to 4 IC തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഡുവൽ സപ്ലൈയിലുള്ള കണക്ഷനിലാണ് ഈ എല്ലാം 3 to 4 വർക്ക് ചെയ്യുന്നത് ഈ ബോർഡിൽ. പിന്നെ ഒരു സൗകര്യം ഉള്ളത് ഇതിനകത്ത് 12 volt AC ഇൻപുട്ട് 12012 ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഇവിടെ റെക്ടിഫയർ വെച്ചിട്ട് ഡുവൽ സപ്ലൈ ആക്കി ഇതിൽ നിന്ന് തന്നെയാണ് അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ പവർ സപ്ലൈ പോകുന്നത് ഈ പ്രിൻ്റ് ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈൻ്റെ ഔട്ട്പുട്ടിലുള്ള കപ്പാസിറ്ററാണിത്, ഫിൽറ്റർ കപ്പാസിറ്റർ. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ നിന്ന് നേരെ നമുക്ക് ICയിലേക്ക് ഡയറക്റ്റാണ് പോകുന്നത്. അതായത് ഒരു റെസിസ്റ്ററോ അങ്ങനെ ഒന്നിനെയോ അക്രോസ് ചെയ്തിട്ടല്ല അത് പോകുന്നത്. അത് നേരിട്ട് തന്നെയാണ് അതിലേക്ക് ICയിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം ഇതിനെ ബാധിക്കുന്നില്ല. നമ്മൾ 12 volt പവർ എന്നുള്ള, അതായത് നമ്മൾ ആമ്പിന് ഉപയോഗിക്കുന്ന സപ്ലൈ കൊടുത്താലും. പിന്നെ ഒരു സൗകര്യം ഉള്ളത് ഇതിനകത്തൊരു 5 volt IC കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് ഈ 5 volt ഔട്ട്പുട്ട്, അതായത് നമ്മുടെ പാനലിലേക്കുള്ള ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ആ സെപ്പറേറ്റ് റെഗുലേറ്റർ ഇടുന്ന ആ ഒരു പണി നമുക്ക് ഇവിടെ ലാഭിക്കാൻ പറ്റി. അതുപോലെ ഇതിലേക്കുള്ള സപ്ലൈ ഇവിടെ റെക്ടിഫൈ ചെയ്ത് ഉണ്ടാക്കുന്നത് ലാഭിക്കാൻ പറ്റി. ഈ ICയിലേക്കുള്ള സപ്ലൈ നേരിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു ഫംഗ്ഷൻ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഇതിന് മുമ്പ് വാങ്ങിയ ബോർഡിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ഏതാ എന്ന് വെച്ചാൽ അത് കൊടുത്തു. നമ്മളിവിടെ AC ഇൻപുട്ട് കൊടുത്തു. ഇവിടെ 5 volt കണക്ഷനും കൊടുത്തു. ഔട്ട്പുട്ട് എടുത്ത് ഡയറക്റ്റ് പവർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക അതിൽ എന്തുമാത്രം കണക്ഷൻ നമ്മൾ ഇതിൻ്റെ വയറിങ്, അതായത് ബേസ് കൺട്രോളിൻ്റെ വയറിങ്, ട്രിബിൾ കൺട്രോളിൻ്റെ വയറിങ്, വോളിയത്തിൻ്റെ വയറിങ്, റെഗുലേറ്ററിൻ്റെ വയറിങ്, ലെഫ്റ്റ് റൈറ്റ് ഔട്ടും ഇൻപുട്ടും മാത്രം ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. AC ഇൻപുട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എത്രയോ വയറിങ് ലാഭമായി. പിന്നെ മറ്റൊരു സൗകര്യം ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഈ കൺട്രോൾ നേരിട്ട് കണക്ട് ചെയ്താൽ ഇത് ബോർഡുമിൽ, അതായത് നമ്മുടെ ഫ്രണ്ട് പാനലിലേക്ക് നേരിട്ട് അസംബിൾ ചെയ്തെടുക്കാം. അതിപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ ട്രിബിളിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കൺട്രോൾ ഫിക്സ് ചെയ്തു. കറക്റ്റാണ്, അതിൻ്റെ ഹോൾസ് ലീഡൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബേസിന് വേണ്ട ഒരു കൺട്രോൾ ഇവിടെ ഫിക്സ് ചെയ്തു. അതേപോലെ തന്നെ ഒന്ന് വോളിയത്തിനും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നേരിട്ട് നമ്മുടെ പാനലിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ ഫ്രണ്ട് പാനലിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതുപോലെ ഒരു കണക്ടർ, അതിൻ്റെ കേബിൾ, ഇതിൻ്റെ വയറിങ് ഇതിൻ്റെ കൂടെ അങ്ങനെ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്യാം. അതേപോലെ 5 volt കണക്ടറും നമുക്ക് ഇതുപോലെ ഇതിൻ്റെ കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി കണക്ട് ചെയ്താൽ നമുക്കിതുപോലെ 2 ഔട്ട്പുട്ടും ഇതിനകത്ത് ക്ലിപ്പിംഗ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ നമ്മുടെ 5 volt USB പാനലിൻ്റെ 5 volt കണക്ഷനിലേക്കാണ്ട് ക്ലിപ്പ് ചെയ്താൽ നമ്മളിവിടെ ഒരൊറ്റ ലൂപ്പിൽ ആ വർക്കും കഴിഞ്ഞു. അതുപോലെ എല്ലാ വർക്കും ഒരുവിധം വയറിങ് വർക്ക്, ഈ വയറിങ്ങിൻ്റെ ഈ ബാസ് ട്രിബിൾ ഇതിൻ്റെയൊക്കെ വയറിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ ആ വർക്ക് ബുദ്ധിമുട്ടല്ല. അതുപോലെ ഇതിൻ്റെ കണക്ഷൻ, ഈ റെഗുലേറ്റർ കണക്റ്റിങ്, ഈ വോൾട്ടേജ് കണക്റ്റിങ്, ഇനി ഈ പാനലിലേക്കുള്ള കണക്റ്റിങ്, ഇതെല്ലാം നമുക്കിവിടെ ഒറ്റയടിക്ക് തീർന്നു. നമ്മൾ ഇതിൻ്റെ ഫിക്സിങ് വരെ തീർന്നു. ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഗെയിനോ മറ്റോ വെച്ചിട്ട് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് നേരെ പവറിലേക്ക് കൊടുത്താൽ നമ്മുടെ പണിയിൽ 12.25 സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ ഉപകാരമായിട്ടും വളരെ എളുപ്പത്തിൽ പണി തീരുന്നതായിട്ടും തോന്നിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മറ്റൊരു ആമ്പിന് വേണ്ടി ഇത് ചെയ്യണ്ടായി. അപ്പോൾ അന്നേരം തോന്നിയായിരുന്നു, പക്ഷേ അതിന് അന്നേരം ടൈം കിട്ടിയില്ല. അപ്പോൾ ഇത് മറ്റൊന്നുകൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. നമ്മുടെ നാട്ടിൽ ഓൺലൈനിലെ ലിങ്കോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഇത് വാങ്ങാൻ കിട്ടാനുണ്ട്. അപ്പോൾ സൗണ്ട്ട്രോണിൻ്റെ BT ബോർഡ് എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, നിങ്ങൾക്ക് അവിടെ കിട്ടാനുണ്ടോ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളെ പണി ലാഭിക്കാൻ പറ്റും, എളുപ്പത്തിൽ നിങ്ങളെ പണി തീർക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.